ഹലോ, അങ്ങനെ ദ രാജാ സാബ് കണ്ടു. നാളെയാണ് ഇന്ത്യയിൽ റിലീസ് ആവുന്നത്. ഇവിടെ ബഹ്റിനിൽ റിലീസ് ആയതുകൊണ്ട് സൗദിയിൽ നിന്ന് നേരെ കാണാൻ വന്നതാണ്. കാട്ടവരാതം കണ്ടു ഞാൻ, കാട്ടവരാതം കണ്ടു ഞാൻ. എൻ്റെ പൊന്നു, നമ്മുടെ പ്രഭാസ് തെലുങ്ക് നടൻ ബാലകൃഷ്ണയുടെ പാതയാണ് പിന്തുടരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഈ പടം കണ്ടതോടെ. ഫാന്റസി ഹൊറർ കോമഡിയാ പോലും, എന്നാ മൂഞ്ചിയ കോമഡി അതിനകത്ത്. തമ്മൻ നസിന്റെ മ്യൂസിക്, പാട്ടുകളൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നു വെറുത്തു പോവും. അതേപോലെ തന്നെ സ്റ്റോറി ലൈനൊന്നും നോക്കിയേ വേണ്ട. പക്ഷെ നമുക്ക് എന്തെങ്കിലും പടത്തിനകത്തൊരു കോമഡി എലമെന്റോ, പ്രഭാസിന്റെ ആക്ടിങ് കോമഡി ആയിട്ട് പ്രഭാസിന് പറ്റത്തില്ലെന്ന് ഈ പടം തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. പടത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഷോർട്ട് റിവ്യൂ ആണ്. ഇനി പടത്തിന്റെ കഥയിലോട്ട് വരാം. സഞ്ജയ് ദത്ത് നമ്മുടെ പ്രഭാസിന്റെ ദാദയാണ്. ദാദയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പൻ. സറീന വഹാബാണ് അമ്മൂമ്മ. പണ്ട് അപ്പൂപ്പൻ അമ്മൂമ്മയെ പറ്റിച്ചിട്ട് കോടികളുമായിട്ട് പോകുന്നു. ആ പൈസയും അപ്പൂപ്പനെ കണ്ടുപിടിക്കാൻ നടക്കുന്നതാണ് പ്രഭാസ്. എടുത്തു പറയണം മാളവിക. ഞാൻ മാളവിയെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഇപ്പൊ ബോളിവുഡിലും തെലുങ്കിലും ഒക്കെ അത്യാവശ്യം ബിക്കിനി സീൻസും അത്യാവശ്യം എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ ഇവർ പടം ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഇവരുടെ വിചാരം. ദുരന്തർ പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സ്റ്റോറി, നല്ല കണ്ടന്റ് എടുത്താൽ ആൾക്കാർ വന്നിരുന്ന് കാണും. ആൾക്കാരൊക്കെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു തിയേറ്ററിൽ. പ്രഭാസിനോടുള്ള ഇഷ്ടം കാരണം എല്ലാവരും വന്ന് കണ്ടതാണ്. പ്രഭാസിന്റെ രാധേശ്യാം വെറും കൂറപ്പടമായിരുന്നു. പക്ഷെ ഇതിനെക്കാട്ടിലും കൊള്ളാം രാധേശ്യാം. VFXന്റെ കാര്യങ്ങളും തമ്മൻ നസിന്റെ മ്യൂസിക്കും എല്ലാം കൂടെ പടത്തിനെ ഒരു ബിലോ ആവറേജ് വെറും കൂറപ്പടമാക്കി മാറ്റിയേക്കുവാണ്. ഈ പടത്തിന് ഞാൻ 5ൽ ഒരു -1 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.